നിലമ്പൂരിന്റെ മണ്ണിൽ LDF അല്ലാതെ ആര്? അതിൽ സംശയം വേണ്ട എന്ന് പറയാൻ കാരണങ്ങൾ നിരവധിയാണ്. ഒരു പാർട്ടി പ്രവർത്തകൻ എന്നതിലുപരി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം സ്വരാജ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നിലമ്പൂരുകാർക്ക് വ്യക്തമായ കാരണങ്ങൾ ഏറെയുണ്ട്. വികസനങ്ങൾ കൊണ്ട് മാറിയ നിലമ്പൂരിന് ഇടതുപക്ഷ ചായ്വ് വരുമ്പോൾ തെറ്റു പറയാനാകില്ല. റോഡുകളും പാലങ്ങളും മാത്രം നോക്കിയാൽ തന്നെ ആ നാടിന്റെ മാറ്റം ജനങ്ങൾക്ക് വ്യക്തമാകും. ഇതൊക്കെ കൊണ്ടുവന്ന ഇടതുപക്ഷ സർക്കാരിനെ എങ്ങനെയാണ് ജനങ്ങൾ കണ്ടില്ല എന്ന് വെക്കുക? പണക്കാരും വലിയ തൊഴിലെടുക്കുന്നവരൊന്നുമല്ല നിലമ്പൂരിലെ ജനങ്ങൾ. സാധാരണക്കാരാണ്. ഓട്ടോ ഓടിച്ചും കൂലിപ്പണിയെടുത്തും കഴിഞ്ഞു പോകുന്നവർ. 26 വർഷമായിട്ട് ഇവിടുത്തെ ഒരു ഓട്ടോക്കാരനാണ്. ഈ ഓട്ടോക്കാരെന്ന് മാത്രമല്ല, ഡ്രൈവേഴ്സിന്റെ ഏറ്റവും പ്രധാനം റോഡുകളാണ്. അവരെ എത്തരത്തിൽ സഹായിക്കണമെന്ന് സർക്കാരിന് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. നിലമ്പൂരുകാരൻ തന്നെ പറയട്ടെ, 9 വർഷക്കാലം കൊണ്ട് സർക്കാർ കൊണ്ടുവന്ന മാറ്റങ്ങൾ. ഇത് കരുളായി റോഡാണ്. ഈ കരുളായി റോഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ 35 വർഷമായിട്ട് ഇവിടെ ഒരു മന്ത്രിയായിട്ടും MLA ആയിട്ടും ഇവിടെ UDFന്റെ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു. ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കരുളായി എത്തണമെങ്കിൽ 1 മണിക്കൂർ 10 കിലോമീറ്റർ തയ്ച്ചില്ല. 9.5 കിലോമീറ്റർ ഉണ്ടാവും കഷ്ടി. ഇവിടുന്ന് നമ്മള് നിലമ്പൂരിന് കരുളായി എത്തുമ്പോത്തിന് 1 മണിക്കൂറിന് മുകളിൽ കവർ ചെയ്യും. ഇപ്പൊ ഈ റോഡ് കണ്ടെങ്കിൽ LDF സർക്കാരിന്റെ ഒരു വികസനം തന്നെയാണിത്. വികസനം എന്ന് പറഞ്ഞ പോരാ, നിലമ്പൂർക്കാരുടെ ഹൃദയം തന്നെയാണ് കരുളായി റോഡ്. ഈ കരുളായി റോഡിലാണ് നെടുങ്കായ എന്ന് പറയുന്നത്. സഞ്ചാരികളുടെ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് നെടുങ്കായം. 8 വർഷം മുമ്പാണെങ്കിൽ ഇതിന് നെടുങ്കായത്തേക്ക് വന്നോലാണെങ്കിൽ പിന്നെ ഒരു ജന്മത്തിൽ ഈ റോട്ടിക്ക് വരില്ല. പിന്നെ നെടുങ്കായം വേണ്ടിയല്ല, നിലമ്പൂരും വേണ്ടിയല്ല, അത്രക്ക് അറാമേകാരം. ഇപ്പൊ അങ്ങനെയല്ല സ്ഥിതി. ഇപ്പൊ നേരെ മറിഞ്ഞു. ഈ റോഡുകളൊക്കെ ഇത്ര വികസിച്ചത് കാരണം ജനങ്ങൾ വന്നവരെന്നെ പിന്നെയും വരിക. മാസത്തിൽ വരുന്നുണ്ട്. അതാണ് വേറെ രസം. അതെ, നിലമ്പൂരുകാരുടെ ഹൃദയം തന്നെയാണ് ആ റോഡുകൾ. മലയോര മേഖലയിലെ 80 റോഡുകൾക്ക് മാത്രമായി നിലമ്പൂർ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്ന് 10.45 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം കിഫ്ബി വഴി പ്രധാനപ്പെട്ട 3 റോഡുകളുടെ നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് 350 കോടി രൂപയാണ്. നിലമ്പൂർ ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് 227.18 കോടി രൂപയുടെ ധനാനുമതി ആയിട്ടുമുണ്ട്. 1998 വിജ്ഞാപനം ഇറങ്ങിയ ഈ പദ്ധതി ദീർഘകാലമായി നടപ്പിലാകാതെ ഇരിക്കുകയായിരുന്നു. ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലമായാണ് ഇപ്പോൾ ബൈപ്പാസ് യാഥാർത്ഥ്യത്തോട് അടുത്തിരിക്കുന്നത്. എന്നാൽ നിലമ്പൂർ ഇപ്പോൾ അങ്ങനെയല്ല. സ്ഥിതിഗതികളൊക്കെ തന്നെ മാറിയിരിക്കുന്നു. അതെ, അതാണ് മാറ്റം. ബൈപ്പാസിന്റെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ നിലമ്പൂർ ടൗണിലെ തിരക്കുകൾ പൂർണ്ണമായും കുറയ്ക്കാനും സംസ്ഥാന പാത 28 ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാനും സാധിക്കും. കൂടാതെ ടൂറിസ്റ്റുകൾക്ക് എളുപ്പത്തിൽ ഊട്ടിയിലെത്താനും സാധിക്കും. മുട്ടിക്കടവ് പാലം. മഴക്കാലത്ത് പുഴയ്ക്ക് കുറുകെ പാലം ഉണ്ടായിരുന്നോ എന്ന് തന്നെ മനസ്സിലാക്കാൻ പാടുപെട്ടിരുന്ന കോൺഗ്രസ് ഭരണകാലമല്ലിത്. 9 വർഷക്കാലമായിട്ട് നാടിന്റെ ചില പ്രധാന ബുദ്ധിമുട്ടുകൾ അവർക്ക് അത്ര പ്രശ്നമായി തോന്നിയിട്ടില്ല. കാരണം അവരത് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ അതിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ വസ്തുത. ഈ പാലം കണ്ടല്ലേ, ഈ പാലത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ അക്കരെ കിടക്കുന്നത് വണ്ടൂര് മണ്ഡലാണ്. ഈ കിടക്കുന്നത് നിലമ്പൂര് മണ്ഡലാണ്. അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലാണ്. ഈ അക്കരയിലും ഉണ്ടായിരുന്നു UDFന്റെ MLA ആയിട്ടും മന്ത്രിയായിട്ടും വർഷങ്ങളായിട്ട് അവിടെ മന്ത്രിയായിട്ട് MLA ആയിട്ട് നിന്നിരുന്ന ആളാണ്. അതുപോലെ തന്നെ 35 വർഷമായിട്ട് നിലമ്പൂർ മണ്ഡലത്തിലും ഉണ്ടായിരുന്നു MLA മന്ത്രിയായിട്ടും UDFന്റെ ഒരു പ്രതിനിധി. ഇതുവരെയായിട്ട് ഇതുപോലെ ഈ ഒരു പാലം കൊണ്ടുവരാൻ ഇതുവരെയായിട്ട് അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അത് കൊണ്ടുവന്നത് LDF സർക്കാരാണ്. അതിൻ്റെ ഒരു മാറ്റം തന്നെയാണ് ഈ റോഡ്. എത്രയോ കിലോമീറ്റർ ദൂരെ കമ്മിയുണ്ട് നമുക്ക് പെരിന്തൽമണ്ണ റോഡിലേക്ക് ഇതിൽ കയറാം. ഇപ്പം നമ്മൾ ഒരുപാട് റോഡുകളും പാലങ്ങളും നമ്മൾ കണ്ടു. ഇനിയും ഒരുപാട് പാലങ്ങളും റോഡുകളും നമ്മൾ ഇനിയും കാണാൻ കിടക്കുകയാണ്. നമ്മൾ കണ്ടിട്ടില്ല, ഒരുപാട് കാണാൻ കിടക്കുക. അതുപോലെ തന്നെ നിലമ്പൂര് ഇനിയും വളരാനുണ്ട്. അപ്പം നമ്മളെപ്പോലെ ഓട്ടോക്കാർ പിന്നെ LDFനല്ലാതെ വേറെ ആർക്കാ വോട്ട് ചെയ്യണം? വേറെ എന്തിനാ നമ്മൾ മാറ്റി ചിന്തിക്കണം? ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രം. ഏറെയുണ്ട് വികസനത്തെ പറ്റി പറയാൻ. ഇനി പദ്ധതികൾ ഏറെയുണ്ട് നിലമ്പൂരിന് വേണ്ടി മാത്രമായി. സ്വരാജിത്ത് സ്വരാജിന്റെ ശബ്ദം വികസനങ്ങൾക്ക് വേണ്ടി ഉറപ്പോടെ മുഴങ്ങുക തന്നെ ചെയ്യും.